ജമാഅത്തെ ഇസ്ലാമി പ്രസ്ഥാനത്തിനെ ഇവിടെ പലരും വിമർശിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ജമാഅത്ത് ഇസ്ലാമി തീവ്രവാദ സംഘടനയാണ് എന്ന് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ജമാഅത്ത് ഇസ്ലാമി തീവ്രവാദ സംഘടനയാണോ? നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലം തൊട്ട് ജമാഅത്ത് ഇസ്ലാമി പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നാളിതുവരെ ഈ രാജ്യത്തിന് ദ്രോഹകരമാകുന്ന എന്തെങ്കിലും പ്രവൃത്തി ഇക്കൂട്ടരിൽ നിന്ന് വന്നതായിട്ട് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? പിന്നെ എന്തുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമിയെ ഇത്രമാത്രം വിമർശിക്കപ്പെടുകയും വിലയിരുത്തപ്പെടുകയും ചെയ്യപ്പെടുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിൻ്റെ പ്രധാന വസ്തുത, ജമാഅത്ത് ഇസ്ലാമി ലക്ഷ്യം വെക്കുന്നത് ഇവിടെയുള്ള മുസ്ലിം വിഭാഗങ്ങളെ ഭൗതികമായും ആത്മീയമായും വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളൊരു താല്പര്യം മുൻനിർത്തിയാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒരിക്കലും ഈ രാജ്യത്തിന് ദ്രോഹകരമാകുന്ന ഒന്ന് ആയിത്തീരില്ല. ഇത്തരം വിഭാഗങ്ങൾ വിദ്യാസമ്പന്നനായ ഒരു വിഭാഗങ്ങളാണ് ഈ രാജ്യത്തിൻ്റെ മുതൽക്കൂട്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവർ ആത്മീയതക്കൊപ്പം വിദ്യാഭ്യാസത്തിനും കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനം അവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവരുടെ കീഴിലുള്ള മാധ്യമം, പത്രം, മീഡിയ വൺ പോലത്തെ പ്രസിദ്ധീകരണങ്ങളും അതിൻ്റെ കീഴിലുള്ള മറ്റ് പ്രസിദ്ധീകരണങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കൂ. നല്ല ഉന്നത നിലവാരം പുലർത്തുന്ന പ്രസിദ്ധീകരണങ്ങളാണ് അവരുടെ കീഴിലുള്ള എല്ലാ മേഖലയിലും ഉള്ളത്. IPH ബുക്ക് സ്റ്റാളുകളിൽ അവരുടെ പ്രസിദ്ധീകരണങ്ങൾ പരിശോധിച്ചാൽ അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നതാണ്. പക്ഷേ ഇവിടെ മറുഭാഗത്ത് സംഭവിച്ചിട്ടുള്ള ഒരു വസ്തുത, കുറേ ആളുകളെ ആത്മീയമായി മാത്രം കൂടുതൽ ഊന്നൽ കൊടുക്കാൻ വേണ്ടി വിദ്യാഭ്യാസം കൊടുത്തു, ഭൗതിക വിദ്യാഭ്യാസത്തിലേക്ക് പിന്നോട്ട് നിർത്തി അവരെ. അപ്പോൾ അവരെ ഏത് മേഖലയിലേക്കാണ് അവർ ലക്ഷ്യം വെച്ചത്? പള്ളികളിലെ കാർമ്മികത്വം വഹിക്കാനും മദ്രസ അധ്യാപനം നടത്താനും ദർഗകളിലെ കാർമ്മികളാവാനും വേണ്ടിയുള്ള ഒരു വിഭാഗങ്ങളെയാണ് അവർ വാർത്തെടുത്തത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഇന്നിവിടെ കൊറോണ കാലഘട്ടത്തിൽ പള്ളികളും മദ്രസകളൊക്കെ അടച്ചിടുന്ന ഒരു ഘട്ടത്തിൽ ഈ വിഭാഗങ്ങൾക്ക് മറ്റൊരു തൊഴിൽ അറിയില്ലാത്തതിൻ്റെ പേരിൽ തെരുവുകളിൽ പച്ചക്കറിയും കപ്പക്കിഴങ്ങൊക്കെ വിൽക്കാൻ അവർക്ക് പോകേണ്ടതായിട്ട് വന്നത്. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഇവർ ചെയ്തിരുന്ന പ്രവൃത്തി എന്താ? ഇവർ അനുഷ്ഠിക്കപ്പെടുന്ന പള്ളികളിലും മറ്റ് ദർഗകളിലൊക്കെ അവരിരുന്നു കൊണ്ട് അവർക്ക് അവിടെ നിന്ന് ഒരു വരുമാനമുണ്ടാക്കാനുള്ള മറ്റ് മാർഗങ്ങൾ അവർ അവിടെ സൃഷ്ടിച്ചു കൊണ്ടിരുന്നു. അതാണ് നാരിയ സലാത്ത്, സലാത്തുൽ കമാലിയ, മാല, മൗലൂദ്, റാത്തീഫ്, കുത്ത് റാത്തീഫ്, പിന്നെ മന്ത്രമാരണ, ഈ വക അൽക്കുൽത്തുകളൊക്കെ അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് അവർക്ക് വരുമാനം ലഭിക്കും. പക്ഷെ കൊറോണ കാലഘട്ടത്തിൽ ഇതിനൊന്നും ഫലം കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മൾ കാണണം. ഇത്ര സലാത്ത് ചൊല്ലി കഴിഞ്ഞാൽ ഇന്ന ഗുണം കിട്ടും, ഇന്ന ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത് കിട്ടും എന്നൊക്കെ പഠിപ്പിച്ച ഇവരുടെ ഈ പ്രവർത്തനങ്ങൾ ഈ കൊറോണ കാലഘട്ടത്തിൽ ഈ രോഗത്തിന് പ്രതിമരുന്നായിട്ട് കാണാൻ കഴിഞ്ഞില്ല. ഇവരൊക്കെ മാളത്തിലൊടിച്ചു, ഇവരൊന്നും പ്രത്യക്ഷത്തിൽ വന്നില്ല. അപ്പോൾ അവർ ഈ വിഭാഗങ്ങൾ ആണ് ഇവിടെ ഈ ചന്ദനക്കുട ആഘോഷം, മറ്റ് ഇസ്ലാമിലില്ലാത്ത പല ആചാരങ്ങളുടെ തലപ്പത്ത് കയറിയിരിക്കുന്നത് ഇവരാണ്. അത് അവരുടെ നിത്യവൃത്തിക്ക് വേണ്ടി അവർ വിപുലപ്പെടുത്തുന്ന പല കാര്യങ്ങളാണ് ഈ പറഞ്ഞ മാല, മൗലൂദ്, റാത്തീബ്, മറ്റത്, ഇതൊക്കെ ഇവർ അവരുടെ വരുമാന മാർഗങ്ങൾക്ക് വേണ്ടി അവർ സൃഷ്ടിക്കുകയാണ്. അവർക്ക് വേറൊരു വഴിയില്ല. പള്ളിയിലെ കാർമ്മികക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു പണിയില്ല. മദ്രസയുടെ അധ്യാപകൻ അത് കഴിഞ്ഞാൽ അവനക്ക് വേറെ തൊഴിലെടുക്കാൻ അറിയില്ല, അവനക്ക് ഭൗതിക വിദ്യാഭ്യാസം കൊടുത്തിട്ടില്ല. അപ്പോൾ അവനത് വിപുലപ്പെടുത്താൻ വേണ്ടി എന്ത് ചെയ്യും? ഇത്തരം പല രീതികൾ നമ്മൾ ജനിച്ച്
ഇതുവരെ കേൾക്കാത്ത പലതരത്തിലുള്ള പല മാലമൗലൂദുകൾ പേരുകളൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് അവർ അതിൽ നിന്ന് വരുമാനമുണ്ടാക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഘട്ടങ്ങളിൽ അവർക്ക് മറ്റൊരു തൊഴിലെടുക്കാൻ അറിയാത്തതിൻ്റെ പേരിൽ അവരിപ്പോൾ പെട്ടുപോയി. അതുകൊണ്ടാണ് തെരുവിൽ പച്ചക്കറിയും മറ്റതൊക്കെ വിൽക്കേണ്ടതായിട്ടൊരു ഗതികേട് വന്നത്. അതേസമയം ജമാഅത്ത് ഇസ്ലാമി പോലത്തെ പ്രസ്ഥാനങ്ങൾ ഇവിടെ അന്നും ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് അതിൽ കുറച്ച് ആളുകളുള്ളൂ, ഭൗതികമായ വിദ്യാഭ്യാസവും ആത്മീയമായ വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുക. ഈ ആധുനിക ശാസ്ത്രങ്ങളും ആധുനിക ടെക്നോളജിനെ കുറിച്ചുള്ള വിവരങ്ങൾ പകർന്നു നൽകുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള കലാലയങ്ങളും കോളേജുകളും അവർ സൃഷ്ടിച്ചുകൊണ്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള താല്പര്യത്തിൻ്റെ ഒരു നിലകൊള്ളുമ്പോൾ അവർ തീവ്രവാദികളാണ്. കാരണം ഇവിടെ നിലവിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇന്ന് പറഞ്ഞു വെക്കുന്നത് വർഗീയത പറഞ്ഞിട്ട് ഇവിടെ ജമാഅത്ത് ഇസ്ലാമി ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ പോകുന്നു എന്നൊക്കെ ഭയപ്പെടുത്തിക്കൊണ്ട് അവരെ മാറ്റി നിർത്തേണ്ട അടിസ്ഥാനം അവർ തെളിക്കുന്ന വഴിയിലേക്ക് ഇവരെ കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. അവർ നാല് പാടും ഭീഷണമുള്ളൊരു വിഭാഗമാണ് ജമാഅത്ത് ഇസ്ലാമി. മറ്റവരെ ഏത് തലങ്ങളിലും വേണമെങ്കിൽ ആട്ടി തെളിയിക്കാം. അതിന് അവർ നടത്തുന്ന എല്ലാ അനുഷ്ഠാന കർമ്മങ്ങൾക്കും ഒരു മൗനസമ്മതം കൊടുത്ത് അതിന് കൂടുതൽ അനുമതി കൊടുത്താൽ മതി. ചന്ദനക്കുടം പോലത്തെ ആഘോഷങ്ങളൊക്കെ കൊറോണ കാലഘട്ടത്തിൽ ഇപ്പോഴും ഗവൺമെൻറ് അനുമതി കൊടുക്കുകയാണ്. ജനങ്ങൾ കൂടിച്ചേരാൻ പാടില്ല. ഇപ്പോൾ കൊറോണയുടെ മറ്റൊരു ഭാവഭേദം ഇവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് പോലും അനുമതി കൊടുക്കുന്നത് അവരുടെ വോട്ട് തട്ടിയെടുക്കാൻ വേണ്ടിയാണ്. ഇത്തരം ആളുകളെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് അവർക്ക് അനുഗുണമാകുന്ന കാര്യങ്ങൾക്ക് കൂട്ടുനിന്നുകൊണ്ട് ഈ പുരോഗമന പ്രസ്ഥാനങ്ങൾ പോലും അന്ധവിശ്വാസ അനാചാരങ്ങളെ നിരാകരിക്കുന്നവർ പോലും അതിൻ്റെ ഭാഗങ്ങളിൽ കയറിയിരുന്നു കൊണ്ട് അതിനോടൊപ്പം നിന്നുകൊണ്ട് ഇത്തരം ചടങ്ങുകളുടെ തലപ്പത്ത് ആരാണെന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. പള്ളിയായിട്ടൊരു പുലബന്ധമോ ആത്മീയമായിട്ടൊരു ബന്ധങ്ങളോ ഇല്ലാത്ത ആൾക്കാരാണ് അതിൻ്റെ കാർമ്മികളായിട്ട് അതിൻ്റെ രംഗത്തുള്ളത്. അപ്പോൾ അവരെ ഏത് വഴിക്കും തെളിച്ചു കൊണ്ടുപോകാൻ പറ്റും. അവരുദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോകാൻ പറ്റും. ഇവരെ പറ്റില്ല. അപ്പോൾ ഇവർ തീവ്രവാദികളാണ്, ഇവർ പ്രശ്നക്കാരാണ് എന്നൊക്കെ പറഞ്ഞു വെക്കണം. ഇത്രയും കാലത്തിലിടക്ക് ഈ പ്രസ്ഥാനങ്ങൾ ഏതെങ്കിലും സ്ഫോടനങ്ങളോ കൊലപാതകങ്ങളോ മറ്റു എന്തെങ്കിലും അക്രമങ്ങളോ ചെയ്തതായിട്ട് നിങ്ങൾക്ക് ഇവിടെയുള്ളവർക്ക് തെളിയിക്കാൻ കഴിയുമോ? അടിയന്തരാവസ്ഥയിൽ RSSനെ നിരോധിച്ചപ്പോൾ ഒരു മേമ്പൊടിക്കായിട്ട് ഇതിനെ നിരോധിച്ചു. അതിനുശേഷം ഇവിടുത്തെ ഗവൺമെൻറ് അതിനൊരു അന്വേഷണം നടത്തി. അവരിൽ നിന്ന് അങ്ങനെയൊന്നും കാണാൻ കഴിയാത്തതിൻ്റെ പേരിലാണത് പിൻവലിച്ചത്. ഇപ്പം പ്രത്യേകമായി ഇവരെ ലക്ഷ്യം വെക്കുന്നത് ഇവർ വളർത്തിക്കൊണ്ടുവരുന്ന ഈ തലമുറ അവർ ഈ തെരുവിലിരുന്ന് കപ്പ വെക്കുന്ന വിഭാഗങ്ങളല്ല. ഈ ആധുനികമായി ഇന്ത്യക്ക് ഉപകാരപ്പെടുന്ന നമ്മുടെ നാടിന് ഉപകാരപ്പെടുന്ന ഈ വിദ്യാസമ്പന്നരായ ഒരു വിഭാഗങ്ങളെ വളർത്തിക്കൊണ്ടുവരാനുള്ള താല്പര്യം ആയിട്ട് നിലകൊള്ളുമ്പോൾ അവർ തീവ്രവാദികളാക്കി മാറ്റി നിർത്തണം. അല്ലാണ്ട് എന്താണ് ഇവരത്തിലുള്ള ന്യൂനതകൾ അത് പറയാൻ ഇവർ തയ്യാറില്ല. ഇവിടെ നിലവിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നടത്തിയുള്ള കൊലപാതകങ്ങളുടെ ലീസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് തുലനം വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം മേമ്പൊടിക്ക് ഇവർ ചെയ്തതായിട്ട് കാണാൻ കഴിയുമോ? പിന്നെ എങ്ങനെയാണ് ഇവർ തീവ്രവാദ പ്രസ്ഥാനം എന്ന് വിലയിരുത്തുക? എങ്ങനെയാണ് ഇവർ തീവ്രവാദികളെന്ന് പറയുക? അതിനൊരു അടിസ്ഥാനം വേണ്ടേ? പിന്നെ ജമാഅത്ത് ഇസ്ലാമിക്ക് നല്ലൊരു ബോധ്യമുണ്ട്. ഇന്ത്യ ഒരിക്കലും ഒരു ഇസ്ലാമിക രാജ്യമായി വർത്തിക്കപ്പെടാൻ സാധ്യമാകില്ല എന്നുള്ള നല്ല ബോധ്യമുള്ള ആൾക്കാരാണ് അവർ. അവരുടെ തേട്ടം ഇവിടെയുള്ള മുസ്ലിം വിഭാഗങ്ങളെ ഇത്തരം അന്ധവിശ്വാസ അനാചാര കോപ്രായങ്ങളുടെ പിന്നിലേക്ക് തളച്ചിടാതെ അവർ ഇന്ത്യക്ക് അനുഗുണമാകുന്ന രാഷ്ട്രത്തിന് അനുഗുണമാകുന്ന ഒരു ഉയർന്ന ചിന്താഗതിയുള്ള ഒരു വിഭാഗമായി വർത്തിക്കാൻ വേണ്ടിയുള്ള ഒരു താല്പര്യത്തിന് വേണ്ടിയാണ് അവർ നിലകൊള്ളുന്നത്. അത് ഇവിടുത്തെ വിശേഷബുദ്ധിയുള്ള നല്ല വിവരമുള്ള ആളുകൾക്കൊക്കെ തിരിച്ചറിഞ്ഞിട്ടുള്ള വസ്തുതയാണ്. മറ്റവരെ ഏത് തലങ്ങളിലും വേണമെങ്കിലും തളച്ചിടാം. കാരണം അവർക്ക് വേറൊരു തൊഴിലറിയില്ല. അവർ ചെയ്യുന്ന ഈ ആത്മീയമായ തൊഴിലുകൾ കഴിച്ച് വേറൊന്നും അറിയില്ല. അപ്പോൾ അവർക്ക് ഇതൊക്കെ ചെയ്തു വെക്കണം. ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് അവിടെ തുടങ്ങി വെക്കണം. അതിന് കുറേ അനുയായികൾ അവർ വാർത്തെടുക്കേണ്ടി വരും. വാർത്തെടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. അവരും അതിൻ്റെ കീഴിൽ എന്തോ
ഇങ്ങനെ ഇവർ ഊതുന്ന പിയുടെ പിന്നിൽ ആ ശബ്ദം കേട്ട് ഇങ്ങനെ പോകുന്നൊരു വിഭാഗമായിട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടുപോവുകയാണ്. അപ്പോൾ അത് രാജ്യത്തിനോ നമ്മുടെ സമൂഹത്തിനോ ഒരു ഗുണകരമാകുന്ന ഒരു തലമുറയായിട്ട് വർത്തിക്കപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഇത്തരം ഘട്ടങ്ങളിലൊക്കെ പലൻ്റെയൊക്കെ കണ്ട ഒരു ഗതികേടിലേക്ക് അത് ചെന്നെത്താൻ സാധ്യമായത്. അവർക്ക് ഭൗതികമായൊരു വിദ്യാഭ്യാസം നൽകുമായിരുന്നെങ്കിൽ അവർക്ക് പറ്റ് മേഖലയിലും ടെക്നിക്കലായിട്ടുള്ള മേഖലയിലൊക്കെ ജോലി ചെയ്യായിരുന്നു. അത് സാധ്യമാവാതെ പോയത് ഇതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇവർ പുത്തൻവാദികൾ തീവ്രവാദികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ മാറ്റി നിർത്തുന്നത്. ഇവരെ അവരുദ്ദേശിക്കുന്ന തലങ്ങളിലേക്ക് പെട്ടെന്ന് കിട്ടൂല. അവർ പോകുന്ന മാർഗങ്ങൾ ഒരു ലക്ഷ്യമുണ്ട്. അത് ഇവിടുത്തെ ഹിന്ദുവിനെ കൊല്ലാനോ ഇവിടെ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാനോ കളവ് പറഞ്ഞിട്ട് അധികാരത്തിൽ കയറാനോ അല്ല. അത് നാളിതുവരെ അവരുടെ പ്രവർത്തന മേഖല പരിശോധിച്ചാൽ തിരിച്ചറിയാവുന്ന ഒരു വസ്തുതയാണ് ഏത് വിശേഷബുദ്ധിയുള്ള ആളുകൾക്കും. അവരുടെ പ്രവർത്തന മേഖല ഇവിടെ വിപുലപ്പെട്ട് കഴിഞ്ഞാൽ അത് ഈ രാജ്യത്തിന് ഗുണമാണ്. കാരണം ആത്മീയതയും ഭൗതികതയും അവർ പഠിപ്പിക്കുന്നുണ്ട്. ശാസ്ത്രത്തിന് അവരെതിരല്ല, ആധുനിക ടെക്നോളജിക്ക് അവരെതിരല്ല. അതുകൊണ്ടാണ് അവർ സിനിമ നിർമ്മിക്കുന്നത്, അവർ നാടകം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അവർ മാധ്യമരംഗത്ത് കൂടുതൽ ശോഭിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ അവർ തീവ്രവാദികളായിട്ട് ചിത്രീകരിക്കണം. കാരണം അവർ നിശബ്ദരല്ല. തെറ്റ് കാണുമ്പോൾ തെറ്റ് എന്ന് പറയാൻ അവർക്ക് മാധ്യമ ശൃംഖലകളുണ്ട്, അവരുടെ പ്രസിദ്ധീകരണങ്ങളുണ്ട്. അപ്പോൾ അവരെ ഭയപ്പെടണം. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് യാഥാർത്ഥ്യത്തിൽ.